ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷരുൺ ശശിക്ക് ഇനിയും സ്കൂളിൽ വരണം, കൂട്ടുകാർക്കൊപ്പം കളിക്കണം. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലാണ് ഇന്ന് ഷരുൺ ശശി. പരുത്തിപ്ര TMLP സ്കൂളിലെ 1ാം ക്ലാസ്സുകാരനായ ഷരുൺ ശശി ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി 15 ലക്ഷം രൂപയാണ് ആവശ്യം. കരുണയുള്ളവരുടെ സഹായത്തിലാണിപ്പോൾ ഷരുൺ ശശി ജീവിക്കുന്നത്. ഒരാഴ്ച മുമ്പാണ് ഷരുൺ ശശിയെ പനിയെ തുടർന്ന് ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്നത്. ഇവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രക്തക്കുഴലുകൾ പൊട്ടി മറ്റവയവങ്ങൾക്ക് തകരാർ സംഭവിക്കുന്നു എന്നതാണ് രോഗം. അതുകാരണം രക്തം ഛർദ്ദിക്കുകയാണ് ഷരുൺ ശശി. പിന്നീട് അവശനാകുന്ന കുഞ്ഞിന് തൃശൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്കിടെയാണ് എറണാകുളം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചത്. പരിശോധനകളും ചികിത്സകളും ആരംഭിച്ചെങ്കിലും കൂലിപ്പണിക്കാരനായ അച്ഛൻ ശശിക്കും അമ്മ ശാരദയ്ക്കും ഇത്ര വലിയ തുക സ്വപ്നം കാണാൻ പോലും ആകുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവർ നഗരസഭാധ്യക്ഷൻ MK ജയപ്രകാശ് ചെയർമാനായും വൈസ് ചെയർപേഴ്സൺ P സിന്ധു കൺവീനറായും ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട്. കരുണയുള്ളവരുടെ സഹായം ലഭിച്ചാൽ മാത്രമേ തുടർ ചികിത്സ നടത്താനാവൂ എന്ന് രക്ഷിതാക്കളും സഹായ സമിതി ഭാരവാഹികളും പറഞ്ഞു. ശശി ശാരദ ദമ്പതികളുടെ മകനായിട്ടുള്ള TMSLP സ്കൂളിൽ പഠിക്കുന്ന 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6 വയസ്സുകാരനായ ഷരുൺ ശശിക്ക് രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് നമ്മൾ അന്ന് തന്നെ നമ്മുടെ ഷൊർണൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു 20-ാം തീയതി. അവിടെ നിന്ന് അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിൽ ഫർദർ ചെക്കപ്പ് എല്ലാം നടത്തി. പക്ഷേ അവിടുത്തെ ഡോക്ടർമാർ ഈ ബ്ലീഡിങ് രക്തം പുറത്തേക്ക് വരുന്നത് ഛർദ്ദിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയപ്പോൾ ആന്തരികമായിട്ട് എവിടെയോ രക്തക്കുഴൽ പൊട്ടിയതിനെ തുടർന്നാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ആസ്റ്റർ മെഡിസിറ്റിയാണ് പറ്റിയ ആശുപത്രി എന്ന് ഡോക്ടർമാർ കൂടി നിർദ്ദേശിച്ചതനുസരിച്ചുകൊണ്ടാണ് ഷരുൺ ശശിയെ നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.